ടെലിവിഷൻ പ്രേക്ഷകർ വിടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന പരമ്പര തന്നെയാണ് ഉപ്പും സീസൺ 3 വിജയകരമായി മുന്നേറുകയാണിപ്പോൾ. ബാലുവും നീലുവും ഇല്ലെങ്കിലും മക്കളിലൂടെയായി പരമ്പര നീങ്ങുന്നുണ്ട്. അപ്രതീക്ഷിത ട്വിസ്റ്റുകളും രസകരമായ മുഹൂർത്തങ്ങളുമൊക്കെയാണ് ഇപ്പോഴുള്ളത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ലച്ചുവിൻ്റെ ഭർത്താവ് എത്തിയത്. വിവാഹ സമയത്ത് ഡെയ്ൻ ഡേവിസ് ആയിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അടുത്തിടെയായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു എത്തിയത്. തട്ടിയും മുട്ടിയിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയതാണ് സിദ്ധാർത്ഥ്. മികച്ച രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിത സംഭവത്തെ തുടർന്ന് പരമ്പരയിൽ നിന്നും മാറ്റുകയായിരുന്നു. മദ്യലഹരിയിൽ കാറോടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിരുന്ന സിദ്ധാർത്ഥ് ഗുരുതരം പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരിക്കുകയായിരുന്നു. ഇതോടെയായിരുന്നു സിദ്ധാർത്ഥിനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആവശ്യമുയർന്നത്. വഴിയെ പോകുന്നവരെയും അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴുമെല്ലാം സിദ്ധാർത്ഥ് ആക്രമാസക്തനാവുകയായിരുന്നു. ഇതോടെയായിരുന്നു അവിടെയുള്ളവർ നടനെ കൈകാര്യം ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെയായി വീഡിയോ വൈറലായതോടെയായിരുന്നു സിദ്ധാർത്ഥിനെ പിന്തുണച്ച് താരങ്ങളെത്തിയത്. ആൾക്കൂട്ടം എന്തിനാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചതെന്നായിരുന്നു വിമർശനം. ആ സമയത്ത് ആരായാലും ഒന്ന് പൊട്ടിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിദ്ധാർത്ഥ് കാണിച്ചതെന്നായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഇനി ഉപ്പുമുളകിലേക്ക് വരില്ലേ എന്നായിരുന്നു സിദ്ധാർത്ഥിനോട് എല്ലാവരും ചോദിച്ചത്. ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കമൻറ്റുകളുമായിരുന്നു കൂടുതലും. ഉപ്പുമുളകും നന്നായി പോകുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി എന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു. ഉപ്പുമുളകും താരങ്ങളെ കൊണ്ടുള്ള തലവേദന ഇതുവരെ മാറിയില്ലെന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഓഡിഷനിലൂടെയായിരുന്നു സിദ്ധാർത്ഥ് ഉപ്പുമുളകിലേക്ക് എത്തിയത്. ലച്ചുവുമായുള്ള സ്ക്രീൻ കെമിസ്ട്രി ശരിയാവുമോയെന്ന തരത്തിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു തുടക്കത്തിൽ. മികച്ച കോംബോയാണെന്ന് വിലയിരുത്തലുകൾ വന്നപ്പോഴാണ് ആശ്വാസമായതെന്നും സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു. നീണ്ട നാളത്തെ ബ്രേക്കിനൊടുവിലായി സിദ്ധാർത്ഥ് വീണ്ടും പരമ്പരയിലേക്ക് എത്തുകയാണ്. പുതിയ പ്രൊമോ ഇതിനോടകം തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ പാറമട വീട് പഴയ പ്രതാപത്തിലേക്ക് എന്നായിരുന്നു പ്രൊമോയുടെ ക്യാപ്ഷൻ. കട്ടക്കലിപ്പിലുള്ള ലച്ചുവിനെയാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചവരോടെല്ലാം ദേഷ്യപ്പെടുകയാണ് ലച്ചു. എല്ലാത്തിനും തറുതല പറയുകയാണ് ലച്ചു. എന്താണ് പ്രശ്നമെന്ന് പറയൂ എന്ന് കേശു പറഞ്ഞപ്പോൾ ജീവിതം മടുത്തു എന്നായിരുന്നു മറുപടി. അതിനിടയിലാണ് കാറിൽ നിന്ന് വന്നിറങ്ങുന്ന സിദ്ധുവിനെ കാണിക്കുന്നത്. വെൽക്കം ബാക്ക് സിദ്ധാർത്ഥ്, തിരികെ കൊണ്ടുവന്നതിന് നന്ദിയെന്നായിരുന്നു ആദ്യത്തെ കമൻറ്റ്. നന്ദിയോ? ഒരാൾ മരിച്ചു, അപ്പോഴാണ് നന്ദിയെന്നായിരുന്നു അതിന് താഴെ വന്ന മറുപടി. തിരികെ കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞ് നിരവധി പേരാണ് എത്തിയത്. ഉപ്പുമുളകും പ്രേക്ഷകർ കാത്തിരുന്ന പ്രൊമോയാണത്. ഞങ്ങൾ കാത്തിരുന്ന നിമിഷമാണ്. ഫ്ലവേഴ്സ് ചാനലിന് ഒരുപാട് നന്ദി എന്നായിരുന്നു കൂടുതലും കമൻറ്റുകൾ വന്നത്. ഞങ്ങളുടെ രാജകുമാരൻ തിരികെ എത്തിയെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. സിദ്ധാർത്ഥ് അടക്കം നിരവധി പേരാണ് പ്രൊമോ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത്.